പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വട്ട് രാവിലെ തുടങ്ങി കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം. അപ്പത്തിൻ്റെ കൂടെ സാധാരണ കിഴങ്ങ് കറി എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെന്താ, പിന്നെ എല്ലാ കറിയാണ്, ചിക്കൻ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ട എന്ത് ചെയ്തു ഉരുണ്ട് കളിക്കുന്ന നടന്നു. അപ്പം നമുക്ക് രാവിലെ അപ്പവും മുട്ടക്കറിയും കഴിക്കാം. ഒരപ്പം എടുത്തിട്ടുള്ളൂ. കാലിൽ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങുമെന്ന് നോക്കട്ടെ, കാരണം ഇപ്പം സമയം 9 മണിയായിട്ടേ ഉള്ളൂ. പൊന്നൂസ് പോയി 8:30 ബസ് വന്ന് പോയി. അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. അവൾ കഴിച്ചില്ല കേട്ടോ, കള്ളം പറയുന്നതിന് അവൾ കഴിച്ചില്ല. പനിയുണ്ട് കുഞ്ഞിന്. അപ്പം അവൾ ഇന്നലെ ആണെങ്കിൽ വിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പോട്ടെ, സ്കൂളിൽ ചെന്നിരുന്ന ഫ്രണ്ട്സിനോടൊക്കെ. എന്ന് വെച്ചാൽ തലവേദനയായിട്ടാണ് തുടങ്ങിയതെങ്കിലും മൂക്കൊലിപ്പ് ചെറുതായിട്ടുണ്ട്. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ. എങ്കിലും എവിടെ ഇരുന്നാലും ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഇരുന്ന് എപ്പോഴും ടി വി നോക്കിക്കൊണ്ടിരിക്കും. ടി വിയിൽ യൂട്യൂബ് മാത്രം കണ്ടുകൊണ്ടിരിക്കും. അത് തന്നെ തലയ്ക്കൊരു വേദനയാണ്. ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ അത്രയെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ കാര്യം പറയുകയും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് എഴുതി ഞാനങ്ങ് വിട്ട്. കല്ലൂസ് ഉറങ്ങുകയാണ്, സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പത്തിൻ്റെ മാവെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 എണ്ണത്തിനൂടെ കാണുമായിരിക്കും. 2 എണ്ണമൊന്നുമില്ല, കഷ്ടിച്ച് ഒരെണ്ണത്തിനും കൂടെ കാണും. കാരണം ഇന്നലത്തെ മാവാണ്. കാരണം ഞങ്ങളിവിടെ 4 പേരേ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡും ഞാൻ 2 മക്കളും അല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്ക് അപ്പം ഇന്നത്തേക്കും നാളത്തേക്കും കാണും. കാരണം അവരുടെ മൂഡനുസരിച്ചിരിക്കും. ചിലപ്പം കഴിക്കത്തില്ല, കഴിക്കും. അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ചൂരക്കറി ഇരിപ്പുണ്ട്. ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടെ തോരൻ വെച്ചു. എന്ന് വെച്ചാൽ ക്യാരറ്റ് നല്ലതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് പച്ചമുളക് തേങ്ങയും തിരുമ്മി നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ, ഇവിടുത്തെ കറിവേപ്പില മുരടിച്ച് നിൽക്കാണ്ട് കറിവേപ്പില ഇട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു മണം എനിക്കിഷ്ടമാണ്. അപ്പം കറിവേപ്പില ഇല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നല്ലോണം ഞെവിടി ഉപ്പും മഞ്ഞളും ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബീട്രൂട്ട് എന്ന് പറഞ്ഞ സാധനമേ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്കുരട്ടി ഇതാണ്ടേ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചരിച്ച് കഴിഞ്ഞാൽ അപ്പം നിലത്ത് വീഴും. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് മെഴുക്കുരട്ടി നല്ല ടേസ്റ്റ് ആടാം. ഉരുളൻകിഴങ്ങ് ഞാൻ നീളത്തിൽ അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചതുരത്തിൽ അരിയാം. എന്നിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം കൂടെ പുരട്ടിയിട്ട് നല്ലതായിട്ട് ഒന്ന് മസാല തേച്ച് വെച്ചിട്ട്, മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കുക. എന്ന് വെച്ചാൽ കരിച്ച് പൊരിച്ചെടുക്കരുത്. ചെറു തീയിലിട്ടെടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും, നല്ലപോലെ മൂത്തിട്ട് നല്ലപോലെ ഉള്ളു വേവും കേട്ടോ, അല്ലെങ്കിൽ പച്ച കടിക്കും. അപ്പം ഞാൻ ഈ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിക്കട്ടെ. തൽക്കാലം ജനലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. വാങ്ങിച്ചപ്പോൾ എന്ത് വെച്ചിരുന്നു, ഞാൻ കൊള്ളത്തില്ല, ഏകദേശം ഒരു 300 രൂപ അങ്ങോട്ട്, കൊള്ളത്തില്ല, പന്ന സ്റ്റാൻഡ്. ഞാൻ അപ്പം ഇളക്കുന്നതിൻ്റെ കൂടെ നമുക്കും കൂടെ ചുറ്റിക്കറങ്ങാം. ഇങ്ങനെയൊക്കെ കുട്ടിക്കളിയും തമാശയായിട്ട് ചാടി നടന്ന ഞാനായി ഇപ്പം ഇങ്ങനെയൊക്കെ കിടന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ജീവിതം പലതരത്തിലാണല്ലേ. അങ്ങനെ പുതിയ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു ക്ലിപ്പുണ്ടല്ലോ, ഈ സംഭവം കാണിക്കുന്നത് ഞാൻ പണ്ടാരിനി മുടി ഇവിടെയൊക്കെ വീഴും, മുടി മൊത്തം ഊരി പോവാം. അല്ലേ വേണ്ട ഇങ്ങനെ. ഇത് പൊന്നൂസിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ പന്തളത്ത് അയ്യപ്പനെ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ക്ലിപ്പാണ്. എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള തലയിൽ കുത്തിക്കൊണ്ട് നടക്കുന്നത്.
എനിക്ക് മുടി എപ്പോഴും ഇങ്ങനെ അഴിച്ചിടാനാണ് ഇഷ്ടം. ഞാൻ പണ്ട് സ്റ്റെപ്പ് കട്ട് ചെയ്ത് +2 പഠിക്കുമ്പോൾ 2013 തോന്നുന്നു, 12 13 പഠിക്കുന്ന സമയത്ത് 12 ഗേൾസ് സ്കൂളിലാണ് +2 പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പോരും. അന്ന് ഞാൻ ഉണ്ടല്ലോ, എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്ന ഞാൻ എന്ന് വെച്ചാൽ ഒരു പാർലറിൽ പോയി, അതൊക്കെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഭയങ്കര ഷോ കാണിച്ചിരുന്ന സമയമല്ലേ, ഇത്രയും വെച്ച് കട്ട് ചെയ്തു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. അന്നൊക്കെ ഞാൻ ഭയങ്കര മേക്കപ്പിൽ സുന്ദരിയായിട്ട് നടക്കുന്ന സമയമാണ്, ഭയങ്കര ഫാഷൻകാരിയായിരുന്നു. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ മാറി മറിക്കും എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണല്ലേ. എത്ര വലിയ കാര്യമല്ല, അനുഭവം ഗുരു. അപ്പം പറയാൻ വന്നതൊന്നുമല്ല. അപ്പം അന്നൊക്കെ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ മുടി അഴിച്ചിട്ടുണ്ട് നടക്കാനാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ മുടി കളിച്ചു കേട്ടോ. മുടി കളിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കട്ട് സിനിമാ നടി സമൃദ്ധയാണെന്ന് തോന്നുന്നു, ഒരു പ്രിയനു മാത്രം ഞാൻ, റോബിൻ ഹുഡ്, ആ സിനിമയ്ക്കകത്ത ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, സിനിമയ്ക്കെത്താന്ന് ഇവിടെ ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ട് താഴോട്ട് ലോങ് മുടി അങ്ങനെ ഇടും. പിന്നെ ഞാൻ കോളേജിൽ, അതായത് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ കട്ടായിരുന്നു. മുടി നല്ല സ്ട്രെയിറ്റേ കിടക്കും, ഇവിടെ മാത്രം ഇങ്ങനെ കട്ട്. പലതരം കട്ടിലും കിട്ടിലും ഒക്കെ കിടന്ന് അടിച്ച് പൊളിച്ച് നടന്ന ഞാനാണ് വീട്ടുകാരി ഇപ്പം പുറത്തോട്ടിറങ്ങാൻ വയ്യാതെ ഇങ്ങനെ ഈ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്നത്. എനിക്ക് ആരോടെങ്കിലും ഇങ്ങനെ ചറപറാന്ന് കാര്യം പറഞ്ഞതേക്കാണ്. എനിക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആരും ഇല്ല. വീട്ടിലുള്ള കസിൻസിനോടൊക്കെ അടിച്ച് പൊളിച്ച് വർത്താനം പറഞ്ഞ് ഇളകി കുഞ്ഞായിട്ട് വളർന്ന ഞാനാണ്. അപ്പം എനിക്ക് വർത്താനം പറയാനല്ല, നമുക്ക് കിട്ടിയ പാർട്ട്ണർ ആ രീതി അല്ലാത്തത് കൊണ്ട് നമ്മൾ എല്ലാ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടുക അല്ലേ. അപ്പം നമ്മളെ തന്നെ നമ്മളെ ഇതിനെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഓരോരുത്തർക്കല്ലേ. ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ചറപറ കാര്യം പറയാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ചാനൽ ഇപ്പം തുടങ്ങിയത്. രണ്ടാമത് ഒരു വരുമാനം എന്ന രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു വരുന്ന ഞാനൊന്നുമല്ല, ഷെടാ ഒരു ക്ലിപ്പ് പോയ വഴി, ഈ ക്ലിപ്പ് 20 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ 20 രൂപ തൊട്ട് 99 രൂപ വരെയുള്ള ഒരു കടയിൽ കയറി. അവിടെ കണ്ടപ്പോൾ പൊന്നിസ് അമ്മ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ ക്ലിപ്പ്, അമ്മ 2 എണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം എനിക്ക്. ചുമ്മാ അവൾ കുത്തത്തൊന്നുമില്ല. പിന്നെ ഞാൻ 2 എണ്ണം വാങ്ങിച്ചു. ഒരു നീലയാണോ റോസാണോ എന്നറിഞ്ഞൂടാ, ഒരെണ്ണം ഇതെനിക്ക് ചുമ്മാ എൻ്റെ മുടിയിലിരിക്കുന്ന പോലില്ല, കാരണം മുടിയെല്ലാം ഊരി വരികയാണ്. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ കൊണ്ടിട്ട് അവിടെ ഇരുന്ന് കാര്യം പറയാം, എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് വർത്തമാനം പറയാം. ഷെടാ എല്ലാം എന്നാലും നമ്മുടെ അപ്പം ഇതാണ്ട് കൊണ്ടുവന്നു, കഴിച്ചുകൊണ്ട് വർത്തമാനം പറയാം. അതുകൊണ്ട് അവിടെ നിന്നൊരു വട്ടം അടിക്കുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുത്തറ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയുന്നു. ആരുമില്ല, ഞാനും എൻ്റെ കല്ലൂസും മാത്രം. ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. ഞാൻ മുത്തൂറ്റ് ഫിനാൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കല്ലൂസിനെ അമ്മ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് പ്രഗ്നൻ്റൊക്കെ ആയത്. അതുവരെ ഒരു കുട്ടി മതി, എൻ്റെ പൊന്നൂസ് മാത്രം മതി എന്ന് വിചാരിച്ചത് പെട്ടെന്ന് വന്ന ആളാണ് എൻ്റെ കല്ലു പൊന്നും തമ്മിൽ ഏകദേശം 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കും ഒരു കൂടപ്പിറപ്പില്ല, അവർക്കെങ്കിലും ഒരാൾ വേണം അല്ലേ. ഞാൻ അനുഭവിക്കുമ്പം എനിക്ക് ഷെയർ ചെയ്യാറില്ലാത്തതുകൊണ്ടല്ലേ മാനസികമായിട്ട് നമ്മൾ തളരുന്നത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ അങ്ങനെ പറഞ്ഞ് അടുപ്പിച്ച് വളർത്തുകയാണ്. ചില സമയം ഉണ്ടാകുമ്പോൾ അപ്പം ശരിയാകത്തില്ല, പക്ഷെ ഇന്നത്തെ അപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. പ്രോട്ടീൻ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. ചിലർ ഉള്ളിക്കറി വെക്കുമ്പം ഇത് ഉള്ളിയൊക്കെ വാട്ടി മിക്സിയിലിട്ട് അരച്ചിട്ട് ഉള്ളിക്കറി വെക്കും. അത് എനിക്കത്ര ഇഷ്ടമല്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഉള്ളി ഇങ്ങനെ ചില സമയം ഇങ്ങനെ കടിക്കുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ എന്ന സമയത്ത് കാര്യം പറയാൻ കഴിക്കാനൊക്കെ ഇങ്ങനെ ഒരാൾ കാര്യം പറഞ്ഞ് കഴിക്കുമ്പം കഴിക്കുന്നതും അറിയത്തില്ല, നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ഒരു പ്രത്യേക
ടേസ്റ്റുമാണ് അല്ലേ. ഇതിപ്പം നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പം ആ ഒരു രുചി മാത്രം വായിരിക്കും. എനിക്കിങ്ങനെ വീട്ടിലോട്ടൊക്കെ പോകണം. വീടില്ലെങ്കിലും ബാക്കി റിലേഷനൊക്കെ ഉള്ളവരുടെയൊക്കെ അടുത്ത് ഒക്കെ പോയി അവിടെ എൻ്റെ നാടും വീടും ഞാൻ ജനിച്ചുള്ള സ്ഥലമൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. സാഹചര്യങ്ങൾ ഒത്തു വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കാണിക്കാം. തനി നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും ഇപ്പോഴും. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ കാര്യം പറയുന്നത് ഈ ക്യാമറയോടാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ത് കണ്ടന്റ് ഇടണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നലെ ഞാൻ പറമ്പൊക്കെ വൃത്തിയാക്കുന്നൊരു വീഡിയോ, പറമ്പല്ല നമ്മുടെ റോഡ് സൈഡിൽ അപ്പുറത്തെ സൈഡ് ഏകദേശം എല്ലാം വൃത്തിയാക്കി. ഞാൻ കരിയിലൊക്കെ രാവിലെ എണീറ്റ് ഒരു 5:45-6 മണിയായപ്പോൾ എണീറ്റിട്ട് അതൊക്കെ മറ്റേ തൂത്തുകോരിയും കൊണ്ട് തൂത്തെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത് ക്ലീൻ ആക്കണം ബാക്കിയും കൂടെ. അങ്ങനെയൊക്കെ ഓരോ ജോലികൾ ഇങ്ങനെ എൻഗേജ്ഡ് ആകുമ്പം നമ്മളെല്ലാം മറക്കില്ലേ. ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകും. എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് കേട്ടോ. കാലിൻ്റെ സൈഡിലൊരു മുഴ പോലൊരു സാധനം, ഒരു കുരു പോലെ വന്നിട്ട് ഡോക്ടറൊക്കെ കാണിച്ച് എന്തോ ഒരു നീർക്കെട്ടാണെന്ന് പറഞ്ഞ് ടാബ്ലറ്റൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഒരു ചെരുപ്പ് വാങ്ങിച്ചില്ല. എനിക്ക് ആ ചെരുപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല, എനിക്കിടാൻ താല്പര്യമില്ല. പക്ഷേ ഇത് ഭയങ്കര വേദന കേട്ടോ. രാവിലെ എണീറ്റ് കാല് കുത്തുമ്പം ഞാൻ പറയുന്നില്ല ആരോട് പറഞ്ഞാലും പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. എങ്കിലും എനിക്ക് ഭയങ്കര വേദന കേട്ടോ. കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് സത്യത്തിനെ കഴിക്കുന്നതാണ്. ഇപ്പോൾ കല്ലൂസിനെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഭയങ്കര വാശിയായിരിക്കും. കാരണം എല്ലാം വെളുപ്പിനെ 3 മണിക്കാണ് അവൾ ഉറങ്ങുന്നത്. അതുവരെ കളിയായിരുന്നു, എന്തോ കാര്യം പറഞ്ഞൂടാ. അതുകൊണ്ട് അവളെ ഞാനിപ്പോൾ വിളിക്കുന്നില്ല. അവൾക്ക് എണ്ണീറ്റ് വരുമ്പോൾ ഇനി പാല് കാച്ചി കൊടുത്താൽ കുടിക്കത്തില്ല, ഓട്സ് കാച്ചി കൊടുത്താലും കുടിക്കത്തില്ല. അവൾക്ക് ഇഷ്ടം കഞ്ഞി, നല്ല ഉടച്ച് കഞ്ഞി തേങ്ങ തിരുമ്മിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ്. മൂടണ്ടേലേ പുള്ളിക്കാരി കുടിക്കും. ചായ ഒട്ടും ഇഷ്ടമല്ല, ഇപ്പം ചായ കുടിക്കത്തില്ല. അതേസമയം കട്ടൻ ചായയോ കടുങ്കാപ്പിയൊക്കെ ഞാൻ കൊടുക്കുക. അതൊന്നും കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തുകൂടാതെ. അങ്ങനെയൊന്നുമില്ല. എല്ലാ സാഹചര്യത്തിലും പിള്ളേർ വളരണം അല്ലേ. എല്ലാ ഫുഡും കഴിച്ച് വളരണം. അപ്പം എനിക്കിനി ജോലിയൊന്നുമില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ റെഡ് ലേഡി ഓർമ്മ ഉണ്ടല്ലോ. അപ്പം 5 കായ് വന്ന് നല്ല ഇച്ചിരി ഏകദേശം പൊഴിഞ്ഞു പോകാത്ത സൈസിൽ കിട്ടിയിട്ടുണ്ട്. അതിലൊരു സന്തോഷമുണ്ട്. നമ്മൾ നടുന്ന സാധനങ്ങളൊക്കെ പൂവിട്ട് പിന്നെ ഓമയ്ക്കായാലും ഓരോ ഫ്രൂട്ട്സായിട്ടും ഒക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരു ചെടി, കുഞ്ഞൊരു ചെടിയായാലും കുത്തിക്കുമ്പോൾ ഇതാണ്ട് ഇവിടെ പോച്ചയുടെ ഇടയ്ക്ക് ഒരു ചെടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം വീട്ടിലോട്ടിറങ്ങുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് വർത്താനം പറയാൻ കുറേ കൂട്ടുകാരെ കിട്ടി. ആരൊക്കെ കാണുമോ സബ്സ്ക്രൈബ് ചെയ്തൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും പൊട്ട വീഡിയോകളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെയൊക്കെ ചവിട്ടിത്താഴ്ത്തുന്നുള്ളവന് നമ്മളെന്തെങ്കിലുമൊക്കെ ആയി തീരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മറ്റൊന്നിനും കിട്ടില്ലല്ലേ. അപ്പം നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോനെ എടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ബോറടിക്കും. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ കട്ടാക്കിയിട്ട് വെളിയിലോട്ടുണ്ട്. അപ്പോൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് നേരം എടുത്താണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിക്കണ്ടെന്ന് തോന്നുമായിരുന്നു. രാവിലെ കഴിക്കുമ്പോൾ ഒരു എന്തോ ഇതുപോലെ എനിക്കറിയണം. എനിക്കൊരു 10-11 മണിയാവും അതിപ്പോൾ കഴിക്കാനൊക്കെ ഒത്തില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം വെച്ച് കുടിക്കാൻ. ഇതെന്താ കുടിക്കുന്നതെന്നല്ലേ, വെള്ളമൊന്നുമല്ല കേട്ടോ, ചായ.
എനിക്ക് അറിഞ്ഞൂടാ, ചായ ഇട്ടിങ്ങനെ വെച്ചിട്ട് സ്റ്റോക്കായിട്ട് എടുത്ത് കുടിക്കുക. കണ്ടോ നമ്മുടെ അമ്മച്ചിനൈറ്റിയൊക്കെ ഊരി വ്ളോഗൊക്കെ പോയപ്പോൾ ചുരിദാർ ഇടുമ്പോൾ നമ്മുടെ കറക്റ്റ് വണ്ണം ഇത്രയാണ്. പക്ഷേ മറ്റേ നൈറ്റി ഇടുമ്പോൾ കിട്ടുന്ന സുഖം ഇതിനൊന്നും കിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമേ അല്ല ഞാൻ നൈറ്റി ഇടുന്നത്. അമ്മ പറയും കളവിമാരുടെ കൂട്ട്, നീ എന്തിനാണ് ഈ നൈറ്റി എടുത്തിരുന്നത്, നിനക്ക് ഇത്രയും ഡ്രസ്സ് ഇരിക്കുമ്പോൾ നിനക്കതൊക്കെ എടുത്ത് വീട്ടിൽ നീ എവിടെയും പോകുന്നുമില്ലെങ്കിൽ നിനക്ക് വീട്ടിലിട്ടൂടെ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ എപ്പോഴും വഴക്ക് പറയും. എനിക്ക് ചില ഡ്രസ്സുകളോട് ഇഷ്ടമുണ്ട്, അത് തന്നെ ഞാൻ റിപ്പീറ്റായിട്ട് ഇടും. എനിക്കിപ്പോൾ ഈ മിനുക്കമുള്ളത്, സീക്വൻസ് വെച്ചത്, ഇങ്ങനെ കല്ലുള്ള, എനിക്ക് കോട്ടൻ്റെ സിമ്പിളായിട്ടുള്ള ടോപ്പ് ഇടാനാണ് ഇഷ്ടം. വലിയ കമ്മലിട്ടിട്ട് മലയൊന്നും ഇടാതെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് നമുക്ക് വലിയ വലിയ പുള്ളിക്കാരിയാണ്. അപ്പം നമുക്ക് പാത്രം കഴുകാൻ ഒത്തിരി ഉണ്ട്. ഇതിലേക്കൂടെ പോയി ചെറിയ സാധനം എടുത്താൽ ഇത്രയേത് പാത്രം വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്കങ്ങ് തലവേദന എടുക്കുന്നു. ഇപ്പം കിടന്നാൽ ഞാൻ ഉറങ്ങും, പക്ഷേ ഉറങ്ങുന്നില്ല. ഉറങ്ങിയാണിട്ടാൽ ഭയങ്കര പാടാണ്. ഇനി നമുക്ക് മുറ്റത്ത് കോരി വെച്ചേക്കുന്ന കരിയിലെല്ലാം തൂത്തൂട്ടി വരി തീരണം. ആഞ്ഞിലി വെട്ടിയൊക്കെ പുറയിട്ടേക്കുന്നുണ്ട്. ഈ ആഞ്ഞിലി വെട്ടിയിടുമ്പോഴേ അതിനൊരു സ്മെല്ലുണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് എവിടെ നിന്ന് ഇത്രയും ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പം ആഞ്ഞിലിയുടെ ഒരു കറയുണ്ട് പോലും. ആ കറ ഇങ്ങനെ ഉണങ്ങിയതോ അളിഞ്ഞതോ എന്തോ ഭയങ്കര വാട. ഞാൻ എനിക്ക് എവിടെ നിന്നാണ് ഇവിടെ വാട വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ആ മരം മുറിച്ച ആൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ അയാളാണ് പറഞ്ഞത് ഈ ആഞ്ഞിലിയുടെ കറയ്ക്ക് ഭയങ്കര വാടയാണ്. പാത്രം എന്ന മഹാമരത്തിലേക്ക് എന്തൊക്കെയാണോ അംഗത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ കാറ്റ് തീർന്നു. അടുത്ത ഒരു കുപ്പി ഇരിപ്പുണ്ട്. എനിക്കിതിൽ ബാറ് അങ്ങനത്തെ സോപ്പിട്ട് കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് എനിക്കറിയാൻ എനിക്ക് ഇഷ്ടമല്ല. സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിന്ന് കാര്യം പറയായിരുന്നു അല്ലേ. വാങ്ങിക്കാം, പൈസയൊക്കെ കിട്ടട്ടെന്ന് വാങ്ങിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ. ഇതൊക്കെയൊന്നും ഡെവലപ്മെൻ്റ് ആയിട്ടാണ് 4 പേരാണെന്ന് 4 വർത്താനം പറയാം. കൊണ്ടടാ യൂട്യൂബ് ചാനലൊക്കെ അത്യാവശ്യം പൈസയൊക്കെ കൈകൊണ്ടൊന്ന് വാഴട്ടെ, എന്നിട്ട് ഒന്ന് അഹങ്കരിക്കണം നമുക്കല്ലേ. നിങ്ങൾ എനിക്ക് വാട്ടാണ് അങ്ങനെയൊന്നും കരുതിയൊക്കെ എനിക്ക് ഒരു പറ്റുമില്ല. എൻ്റെ സംസാരം ഇങ്ങനെയായിരുന്നു. ഈ സംസാരങ്ങളൊക്കെ എവിടെയോ കൈവിട്ട് പോയി. പക്ഷേ നമ്മൾ സ്വയം സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ മറ്റുള്ളവരോട് സംസാരിക്കാൻ. മനസ്സിൻ്റെ സംതൃപ്തി സുഖവും കിട്ടും. കല്ലൂസിനോടാണ് ഞാൻ കാര്യം പറയുന്നത്. പുള്ളിക്കരി ഇറങ്ങുമല്ലേ, അവളെ ഞാൻ ചുണ്ടി പിടിപ്പിക്കും ഓരോന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വായിന്ന് കുഞ്ഞ് വായിന്ന് വരുന്ന വർത്തമാനം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അവളൂടെ പോയി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാനിവിടെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര മുഗ്ധയായിരിക്കും. എനിക്ക് നല്ല ജോലിക്കൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ അംഗൻവാടിയിൽ അവളെ വിട്ടാലും അവളെ കല്ലൂസ് പൊന്നൂസിനെ ഞാൻ എന്താ ഒരു 5 വയസ്സിൽ UK ചേർത്തെ. അവളെ 4 വയസ്സാണെങ്കിൽ അംഗൻവാടി വിട്ട് ഒരു 1 ഇയർ അംഗൻവാടി പോയി. അപ്പോൾ ഇതിൻ്റെ മലയാള അക്ഷരങ്ങളെല്ലാം പഠിച്ച് ഏകദേശം ABCD എഴുതാനും എല്ലാം പഠിച്ചു. കുഴപ്പമില്ലായിരുന്നു, നല്ല ടീച്ചറുമായിരുന്നു കേട്ടോ. അംഗൻവാടി പിള്ളേരോടൊക്കെ ഒത്തിരി കളിക്കുമ്പോഴാണ് പിള്ളേർ യഥാർത്ഥത്തിൽ ഇതാണ്. അപ്പഴേ കൊണ്ടും സ്കൂളിൽ ചേർത്താൽ റോബോട്ടുകളുടെ കൂട്ടായിപ്പോവും. അവൾ ഇപ്പം പഠിക്കുന്നത് CBSE-ലാണ് കേട്ടോ. UKG തൊട്ട് ഇപ്പം 4th സ്റ്റാൻഡേർഡ് വരെ CBSE സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷും ഹിന്ദി മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല ഡെവലപ്മെൻറ്റ് പിള്ളേർക്ക് കിട്ടും. പക്ഷെ നമ്മളൊക്കെ പഠിച്ച കണ്ടവൻ്റെ പറമ്പിലെ മാവേൽ എറിയാനും ചക്കകളി, കല്ലുകളി, ഈക്കിളികളി ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നുമേ അറിഞ്ഞൂടാ. പാത്രം കഴിയിട്ട് വേണം കേട്ടോ. കല്ലൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ. കല്ലൂസ് എണീറ്റ് വന്നിട്ട് ഇപ്പം കുറച്ച് നേരമായി. എന്നിട്ട് ഭയങ്കര മൂഷാട്ടയായിരുന്നു അല്ലേടി കള്ളിപ്പാറൂസേ. എന്നിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് പറഞ്ഞു. കഞ്ഞി വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കിയത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും വേണ്ട. മുട്ട വേണ്ട. പിന്നെ വേണ്ടത് എന്താ, ചായ വേണ്ട, പാല് വേണ്ട.
പിന്നെ അവൾക്ക് വേണ്ടുന്ന എന്തോന്ന് വെച്ചാൽ റസ്ക്കും കട്ടൻ ചായയും. എനിക്ക് വേണ്ട, തിന്നോ എൻ്റെ പൊന്ന്, തിന്നോ. അമ്മയുടെ സ്നേഹം കണ്ട് കമ്മലിട്ട് കാത് വല്ലാതെ നോക്കുന്നു കേട്ടോ. മോൻ തിന്നോ. എനിക്ക് ഈ റസ്ക് ഇഷ്ടമല്ല. ഒരു ഏലക്കയുടെ ടേസ്റ്റുള്ള റസ്ക്കും ഒരു മിൽക്ക് റസ്ക് പോലത്തെ എനിക്കിഷ്ടമല്ല. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുക. എന്തുവരെ കാണിക്കുന്നേ? നമ്മുടെ പേരെന്തോന്ന് പറഞ്ഞേ? ഇളയല്ല, വീട്ടിൽ വിളിക്കുന്ന എന്തുവാ? മുന്തിരി. എങ്ങനെയൊന്ന് കാണിച്ചേ. അപ്പൊ നമുക്ക് നമ്മുടെ അയ്യൊക്കെ പോയി കാണാം കേട്ടോ. അയ്യെന്നാണ് ഞാൻ പറയുന്നത്, തെറ്റാണ്. പറമ്പ് എന്നൊക്കെ പറയും. നമുക്ക് പോയി ഇവിടെ ഇത് കഴിച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി വൃത്തിയാക്കണം. കുറച്ച് തീ ഇടാനുണ്ട്. അപ്പം ഇതിനെ കാണാം. ഇവിടെ മിറ്റമൊക്കെ ഞാൻ കുറച്ചൊക്കെ പോച്ചയൊക്കെ പറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റെഡ് ലേഡി ഓമയെന്ന് പറഞ്ഞില്ലേ, 5 കായ് വന്നു. അപ്പോൾ കാണിച്ച് തരാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. കണ്ടോ, സുന്ദരി കായ്ച്ചിട്ടുണ്ടേ. അത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പടത്തേക്കുവാണ്. പിന്നെ നമ്മുടെ റംബുട്ടാൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. കണ്ടോ, റംബുട്ടാന്. പിന്നെ നമ്മുടെ കിലോ പേര ഞാൻ തടവെടുക്കാൻ വേണ്ടി നിർത്തിക്കാം. പിന്നെ നമ്മുടെ മാവ്, അത് കഴിഞ്ഞ് ലോലിക്ക. പിന്നെ ഇതാണ്ട ഇത് പിണറംപുളി, തോട്ടുപുളി. അതാണ് ബഡ് തൈയാണ്. അതിൻ്റെ ചുറ്റിനും കണ്ട അടിപൊളി പൂക്കളല്ലേ. ഏതാണ്ട് നമുക്ക് എന്ത് രസമുണ്ട് കാണാൻ. ഇത് ഞാൻ പറിച്ച് അവിടെ കൊണ്ടുവന്നിട്ടപ്പോഴത്തേനും ഉണങ്ങിപ്പോയി. പിന്നെ നമ്മുടെ ബാക്കിലെ വശമാണ്. ഇവിടെ എല്ലാം ഇനി ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വാഴയും ചീനിയും ചെമ്പൊക്കെ നമ്മുടെ തടിയൊക്കെ മുറിച്ചിട്ടേക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ശീമപ്ലാവ്, ഇതും ബഡാണ്. ഇവിടെയൊക്കെ ഇനി വൃത്തിയാക്കാനുണ്ട്. ഇത്രയും സൈഡ് ഇനി വൃത്തിയാക്കാനുള്ള സൈഡാണ്. ഇത് നമ്മുടെ വെളിയിലത്തെ കുളിമുറിയാണ്. കുളിമുറി ഒന്ന് വിറകിടുന്നതുമാണ് കേട്ടോ. നമ്മുടെ വീട് ഇങ്ങനെ വേണമെങ്കിലും കാണിച്ചു തരാം. കണ്ടോ, ചുറ്റിനിങ്ങനെ കറങ്ങി കാണിച്ചു തരാം. ഇത് നമ്മുടെ വെളിയിലത്തെ കിച്ചണാണ്. പിന്നെ നമ്മുടെ കോതിയ വിറകൊക്കെ കുറച്ചിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് വെളിയിലത്തെ ഒരു ബാത്റൂമാണ്. പിന്നെ 2 ടാങ്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കിണറ്റിൽ വെള്ളമില്ല കേട്ടോ. ഇവിടെയാണ് അലക്കുകല്ല്. ഇവിടെ എല്ലാം പോച്ച കയറി കിടക്കുക. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അയ്യല്ലേ. ഈ 2 ടാങ്കും നമ്മൾ തുണി കഴുകാനുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പട്ടികളെ കണ്ടോ, അവിടെ കുറച്ച് വേസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല ഇന്നലെ. ഇത് ബാക്കിലൂടെ പാത്രം കഴുകാനൊക്കെ വെച്ചത്. അതുകൊണ്ട് ഒരു കൊച്ചു പട്ടി കാണിച്ചിരുന്നു. പിന്നെ എന്തി പട്ടി, എന്തി പോയി. പോ, വാ വാ വാ, ഇങ്ങി വാ കല്ലുമോളിങ്ങി വാ. പോയി കഴിക്കുക കല്ലുമോളെ. എന്നിട്ട് നമ്മുടെ അടയ്ക്ക കണ്ട ഞാൻ കുറച്ച് പറക്കി വെച്ചതാണ്. ഇത് ഞാൻ കൊട്ടപ്പാക്കാക്കി ചന്തയിൽ കൊടുത്ത പൈസ കിട്ടും കേട്ടോ. അടയ്ക്ക കാണിച്ചു തരാം. കാണാൻ പറ്റുമോന്ന് പറഞ്ഞു. എന്തോ കല്ലൂസിൻ്റെ സൈക്കിളും പൊന്നൂസിൻ്റെയാണ് ഇരിക്കുന്നത്. കല്ലൂസേ, കല്ലൂസേ, ഇതാണ് കല്ലൂസിൻ്റെ നടത്തം കേട്ടോ. കല്ലൂസ്, 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 കല്ലൂസ്. വലിയ മനുഷ്യരോട്ട് നടക്കുന്നുണ്ട്. കട്ടൻ ചായ കുടിക്കുന്ന കല്ലൂസ്. നമ്മുടെ ഫ്രണ്ട് വശം ഇതാണ്. നമ്മുടെ അപ്പക്കിളിയുടെ കൂടായിരുന്നു. അപ്പക്കിളിയൊക്കെ പോയി. അപ്പം നമ്മൾ മാത്രം ബാക്കിയായി. ഞാൻ അവിടെ നിന്ന് പൂ പറിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
കിളിക്കത്തൊന്നും ഇല്ലായിരിക്കും. ഇന്ന് കുറേ പനിക്കൂർക്ക ഉണ്ടായിരുന്നു, അതിൻ്റെ പാടൊക്കെ എടുത്ത് കളഞ്ഞു. ഇത്രയാണ് ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. ഇവിടെയൊക്കെ പോച്ച ഞാൻ നുള്ളിപ്പിഴുതൊക്കെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചുമന്ന ചെമ്പരത്തി ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ അടുപ്പിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതിലത്തെ കിച്ചൺ സവാള, ഒരു കലം വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്. ഒന്നുമില്ല, താഴെ ഇവിടെ സിമെൻ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മളെ കാച്ചിൽ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഒരു പൂള് വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇരിക്കില്ല. ചോറ് കണ്ട് ചൂടേ കൈപൊള്ളി ഇരിക്കലേ കള്ളി. നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നു. എന്നിട്ട് ഇനി ഇത് തിളച്ച് വരുന്ന വരെയുള്ള ജോലിയേ ഉള്ളൂ. ബാക്കി ഇനി തുണി കഴുകാനുണ്ട്. വേറെ ജോലി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത്രയും സ്ഥലം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇതാ ഇത്രയും പോച്ചയും കൂടെ ഉണ്ട്. അതും കൂടെ പറിച്ചാൽ ഏകദേശം വൃത്തിയാവും. പക്ഷെ അവിടെ ഒരു പോസ്റ്റ് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ എർത്ത് കമ്പി എന്നെ ഒരു ഇട്ട് ഷോക്ക് അടിച്ചോണ്ട് എനിക്ക് പേടിയെന്ന്. കല്ലൂസ് കണ്ടിട്ട് പോച്ച് പറിക്കുന്നു. അല്ലേ മണ്ണ് വാരുമോ? നമ്മുടെ സപ്പോർട്ട ഉണ്ടോ? അവിടെ ഒരു മാങ്കോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉണങ്ങിയിരിക്കുന്ന ചീനുണ്ടാക്കി. 2-3 തുളസികൾ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ നിൽക്കുന്ന വാഴയും കൂടെ പിഴണം, അതാണ് ടാസ്ക്. പറങ്കാവും പൂത്തിട്ടുണ്ട് കേട്ടോ. ബഡിൻ്റെ പറങ്കാവാണ്, അതും പൂത്തിട്ടുണ്ട്. എവിടെ ഇതാണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? പൂത്തിരിക്കുന്നുണ്ടോ പറങ്കാവ്? നമ്മുടെ മുള കണ്ട് ആ ചെറിയൊരു മുളയായിരുന്നാണ്ട് ഇത് പോയിക്കുന്നുണ്ടോ? മണ്ട വരെയായി അങ്ങ് റൂഫിൻ്റെ മേളിൽ തൊട്ട്. എന്തുവാ എന്തുവാക്കളെ? സപ്പോർട്ടാ? എന്തുവാ? ഞാൻ ഉടുപ്പൊക്കെ ഇറങ്ങി പറക്കില്ലേ? ഉമ്മ കൊടുക്കുവാന്നോ? ആർക്കാ? അപ്പോട്ടാ? അതൊക്കെ കൊള്ളാം. ഉമ്മയൊക്കെ കൊടുത്ത് പതുക്കെയൊക്കെ പറിക്കാതിരുന്നാൽ മതി. തന്നെയാണ് ഇന്നും കേട്ടോ. ഇന്ന് നേരെ ഒത്തിരി വൈകി മൊത്തം ഫിനിഷാക്കി. ആ ഒരു സന്തോഷമുണ്ട്. ആ പോച്ചയെല്ലാം പറിച്ച് ഞാൻ അവിടെ വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാതെ ഈ സംശയം. ഇനി വേഗം പോയി കുളിച്ചിട്ട് ഇന്നത്തെ പോലെ വിളക്ക് എത്തിക്കാൻ നേരമായി. അപ്പം കാണിച്ചു തരാതെ എന്തായാലും ഇത്രയും വൃത്തിയാക്കുന്നത് നിങ്ങളോട് എഴുതിയെടുത്തില്ലേ. ഏകദേശം 3-4 കിലോയ്ക്ക് അടുപ്പിച്ച് കപ്പയുണ്ട് കേട്ടോ. ഇവിടെ നേരെ നോക്കി ഇത് വൃത്തിയാക്കി. നമ്മുടെ സപ്പോർട്ട കാണാം, പറങ്കാവ് എല്ലാം വൃത്തിയായി കണ്ടില്ലേ. റംബുട്ടാനെ, നമ്മുടെ മാങ്കോസ്റ്റിനെ, മാവ് നോക്കി. ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് വിളക്കും കൂടി കത്തിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് ഇച്ചിരി ലൂസാണ് ഈ ഉടുപ്പ് കേട്ടോ.
എന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പം കല്ലുവിനെ ആ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ മെഷീൻ അടിച്ചിട്ടില്ല കേട്ടോ, ഷേപ്പൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് വിളക്കിലെടുക്കാൻ പോകാനേ. വെട്ടമില്ലല്ലേ, ഞാൻ ഇപ്പോഴേ ലൈറ്റ് ഇടത്തില്ല കേട്ടോ, വിളക്ക് കത്തിച്ചിട്ടേ ലൈറ്റ് ഇടത്തുള്ളൂ. ഇതാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ. പിന്നെ ദാണ്ടേ മൂകാംബിക ഇപ്പോൾ വാങ്ങിച്ച മൂകാംബിക ദേവി, ഗുരുവായൂരപ്പൻ, ഉണ്ണിക്കണ്ണൻ എന്താണ്ടിരിക്കുന്നു. പിന്നെ ഓടക്കോലും കൊണ്ടുള്ള പണ്ടേ ഉള്ളൊരു കൃഷ്ണനാണ് കേട്ടോ, അതുകൊണ്ട്. പിന്നെ ഗണപതി ഉണ്ട് കേട്ടോ, ഭഗവാനെ കാണാൻ പറ്റുന്നില്ലേ. ഇത് കരി പിടിച്ചു പോയി, എന്നാലും ഒരു ഏകദേശം ഈ കളറൊക്കെയുള്ള ഗണപതിയാണ് കേട്ടോ. സന്ധ്യ മയങ്ങുന്ന സമയം കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല ചെടികളും ഒക്കെ. നമ്മുടെ റോഡ് സൈഡാണ് വീട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു തൂക്കുകട്ടിലുണ്ട്, അതിലിരിക്കാനും നല്ല ഇതാണ്. അതുകൊണ്ട് വണ്ടികൾ വരുന്നുണ്ടോ, കാണാനൊക്കെ പിള്ളേർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കാണിക്കാം. ഈ ചെടി നിൽക്കുന്നുണ്ട്, റോഡ് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ റോഡൊക്കെ കാണാൻ കേട്ടോ. നമ്മുടെ അപ്പുക്കിളിയുടെ കൂടും നമ്മുടെ പനിനീർ ചാമ്പയുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് ഇതാണ്ട് ആ നിൽക്കുന്ന ചാമ്പയാണ്. പിന്നെ നമുക്കെന്നും വിളക്ക് കത്തിക്കാൻ പൂ നൽകുന്ന നമ്മുടെ ചെമ്പരത്തിയുണ്ട്. അപ്പം നമ്മളിനി കാര്യം പറഞ്ഞ് നിൽക്കുന്നില്ല, കിണ്ടിയിൽ വെള്ളം വയ്ക്കാൻ പോയി വരാം. ഓക്കെ, ചെമ്പരത്തിപ്പൂ കേട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പം 3 അല്ലെങ്കിൽ 5 ആ കണക്കിനാണ് ഞാൻ ചെമ്പരത്തിപ്പൂ വയ്ക്കുന്നത്. പണ്ടേ അമ്മൂമ്മയൊക്കെ പഠിപ്പിച്ചൊരു ശീലമാണ്, അതിങ്ങനെ പോരുന്നത്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വിളക്ക് കത്തിച്ചാലോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രീ നാരായണ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം ലക്ഷ്മീകാന്തം കമലനയനം യോഗീ ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. അനേകദൃഷ്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ. സ്വാമീ ശരണമയ്യപ്പ, സ്വാമീ ശരണമയ്യപ്പ, സ്വാമീ ശരണമയ്യപ്പ, സ്വാമീ ശരണമയ്യപ്പോ, സ്വാമീ ശരണമയ്യപ്പോ. ഭഗവാനെ കത്തിരക്ഷിക്കണേ കൃഷ്ണ ഗുരുവായൂരപ്പ തമ്പുരാനെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നും എല്ലാ ദൈവങ്ങളെയും വിളിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ഞാൻ വിചാരിച്ച ഐശ്വര്യമായിട്ട് അവസാനിപ്പിക്കാമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലാതെ ഞാനെന്താ പറയുക. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അമ്മയുടെ ഉന്തിരിക്കുട്ടിക്ക് വന്നേ, അമ്മ കാണിക്കട്ടെ. നീ വന്നേ, നീ വാ, എൻ്റെ പൊന്നമ്മയുടെ അടുത്ത് വാ. ഞാൻ പോയില്ല കേട്ടോ, കല്ലൂസ് അമ്പലത്തിലൊക്കെ പോയിട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. ഹായ് കൊടുത്തേ, ബായ് പറ, ബായ് എന്ന് പറ.